കുരുവിന്റെ അപ്പുറമായിട്ടോ എന്റെ കുരു. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഫേസ് ചെയ്യാൻ പോകും. അപ്പോഴൊക്കെ നമ്മുടെ മാനസികാവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും മനസ്സിൽ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഒരു ആക്നെ സ്റ്റോറി ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആക്നെ ജേർണി അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞാൻ ഈ കുറേ വർഷങ്ങളായിട്ട് ഈ ആക്നെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരാളാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഏകദേശം ഒരു 20 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ആക്നയുടെ പ്രശ്നം തുടങ്ങുന്നത്. അതായത് ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്താണ്, ഡിപ്ലോമ ലാസ്റ്റ് ഇയർ ഒക്കെ ആയ സമയത്താണ് എനിക്ക് ഈ ഒരു ആക്നയുടെ പ്രശ്നം സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. അപ്പൊ ആ സമയത്ത് എനിക്ക് പിമ്പിൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്ത് ഫുൾ ഇങ്ങനെ തരി പോലത്തെ കുഞ്ഞു കുഞ്ഞു കുരുക്കള്. അത് കുറച്ചൊന്നും അല്ല, നല്ല പോലെ ഇങ്ങനെ മണ്ണിട്ടതുപോലെ നിറച്ചങ്ങ് പിമ്പിളായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു എനിക്ക് പിമ്പിളിന്റെ തുടക്കം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫേസിൽ 1-2 കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരാറുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഡാൻഡ്രഫിന്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് പല ഹോം റെമഡീസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പൊ അത് അങ്ങനെ കുറെ നാളങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എഞ്ചിനീയറിംഗിന് പോയായിരുന്നു. അപ്പൊ എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞപ്പോൾ എന്റെ ഈ പിമ്പിൾസിന്റെ ഒക്കെ ഈ ഗതി ആകെ മൊത്തത്തിലങ്ങ് മാറി കേട്ടോ. അതായത് ആദ്യം ഇങ്ങനെ ചെറിയ കുരുക്കളായിരുന്നുണ്ടെങ്കിൽ പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് ഈ ചെറിയ കുരുക്കളിൽ നിന്നും എനിക്കത് വലിയ കുരുക്കളായി വരാനായിട്ട് തുടങ്ങി. അതായത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബൾബ് കത്തി നിൽക്കാന്ന് പറയത്തില്ലേ, അതുമാതിരി ഇങ്ങനെ വീർത്ത് ഇങ്ങനെ മുഴച്ച് വല്ലാണ്ട് വേദനയൊക്കെ വരുന്ന തരത്തിലുള്ള കുരുക്കളായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വന്നിരുന്നത്. അത് മാത്രമല്ല അതിങ്ങനെ പൊട്ടി ചില സമയത്ത് ഇങ്ങനെ വെള്ളം ഒലിച്ചിങ്ങനെ ഇറങ്ങും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഉപരി ഇതിന്റെയൊക്കെ ഈ വേദനയും അതൊക്കെ സഹിക്കുന്നതിലുപരി നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരുടെ ഈ ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴാട്ടെ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടുന്ന എവിടെയെങ്കിലും നമ്മൾ പോകുന്ന ഉടനെ നമ്മളിങ്ങനെ ഈ അത്ഭുത ജീവികളെ നോക്കുന്ന പോലെ ഒരു നോട്ടമുണ്ട്, എന്നിട്ട് കുറെ ചോദ്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വല്ലാണ്ട് അങ്ങ് മെന്റലി തകർന്നു പോകായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇത്രയും എൻ്റെ ഫേസിൽ ഇങ്ങനെ കുരുക്കൾ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയർ സ്കിന്നുള്ളവരെയൊക്കെ കാണുമ്പം ആ ഒരു സമയത്ത് ഭയങ്കര അസൂയ തോന്നുമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മുഖത്ത് ഭയങ്കര, എനിക്ക് കുരു ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഒരു കുരു, ചിലപ്പം ഒരു കുരു ആയിരിക്കും, ആ കുരു തന്നെ ആണെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് കാണുമ്പം എനിക്ക് ചില സമയത്ത് വരുന്ന കുരു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെറ്റിക്കൊക്കെ കുരു വരുന്നത് ഇങ്ങനെ മുഴച്ചിങ്ങനെ നിൽക്കും, എവിടെയെങ്കിലും ഇടി കിട്ടിയതുപോലെ മുഴച്ച് നിൽക്കും. അത്രമാത്രം മുഴച്ച് നിന്നിട്ട് അത് പിന്നെ കുരുവായിട്ട് ഒരുപാട് വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ എഞ്ചിനീയറിംഗ് ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോഴായിരുന്നു എൻ്റെ എൻഗേജ്മെന്റ് ആയി. അപ്പോൾ എൻഗേജ്മെന്റ് സമയമായപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ടെൻഷൻ കാരണമാണോ എന്തോ എനിക്കറിയില്ല, എൻഗേജ്മെന്റ് അടുപ്പിച്ച് എനിക്ക് ഈ വരുന്ന കുരുവിന്റെ എണ്ണം ഭയങ്കരമായിട്ടങ്ങ് കൂടാൻ തുടങ്ങി കേട്ടോ. കൂടിയിട്ട് എനിക്ക് ഫേസിലും ഒക്കെ നിറച്ചങ്ങ് കുരുവായിട്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ പിമ്പിൾ വരുമ്പോൾ അതിങ്ങനെ ചൊറിഞ്ഞ് കൈവച്ച് ഇങ്ങനെ മാന്തി ഇങ്ങനെ പൊട്ടിക്കുന്ന സ്വഭാവം എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. അപ്പൊ അത് കാരണത്താൽ നിറച്ചിങ്ങനെ ഫേസിൽ നിറച്ച് പാടും കാര്യങ്ങളും ഒക്കെ ആയി ഭയങ്കര അലമ്പായിരുന്നു. എൻഗേജ്മെന്റ് സമയത്ത് വന്നവരെല്ലാം, നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ ആകുമ്പോൾ നമ്മളെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും നോക്കുന്നതും ഒക്കെ. അപ്പം ഈ വന്നവരല്ലേ, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഫേസ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ നോക്കുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് നിറച്ച് പിമ്പിളായല്ലോ, ഇത് എന്താ ഇങ്ങനെ, എന്ത് പറ്റി, എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു നോക്കാറുന്നില്ലേ? അപ്പോഴൊക്കെ നമ്മുടെ മാനസികാവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും മനസ്സിലാക്കുന്നില്ല. നമുക്കും അതിൽ വിഷമമുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും എല്ലാമായിട്ടൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലെ അമ്മ പറഞ്ഞു നമുക്കൊന്ന് എന്തായാലും ഡോക്ടറിനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സ്കിൻ ഡോക്ടറിനെ പോയി കണ്ടു. അപ്പൊ ഡോക്ടർ എനിക്ക് കുറെ മെഡിസിൻ ഒക്കെ തന്നു. എന്നാ എന്താണ് എന്റെ പ്രശ്നം എന്ന് ചെക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും നോക്കിയില്ല. പുള്ളി എന്നോട് പറഞ്ഞു ഇനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് ഡാൻഡ്രഫ് മാറാനുള്ള ഷാമ്പുവും കാര്യങ്ങളും ഒക്കെ തന്നു. അതേപോലെ തന്നെ ഉള്ളിൽ കഴിക്കാനും എനിക്ക് ടാബ്ലറ്റ് തന്നു കേട്ടോ. അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാനും കുറച്ച് ക്രീംസും കാര്യങ്ങളും ഒക്കെ തന്നു. അപ്പൊ അത് ഞാൻ കുറച്ച് നാൾ കണ്ടിന്യൂസ് ഉപയോഗിച്ചു. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിലെ പിമ്പിൾസ് നന്നായിട്ട് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓക്കെ ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു 6 മാസത്തോളം അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് പിമ്പിളൊന്നും വരില്ല, ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ് നമുക്ക് 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മാരേജിന്. അപ്പൊ മാരേജ് ആയപ്പം എനിക്ക് വീണ്ടും
പതുക്കെ ഒന്ന് രണ്ട് കുരുക്കളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിന്നെയും പൊങ്ങാനായിട്ട് തുടങ്ങി. അത് കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ച് വിട്ടു. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് കല്യാണ സമയത്ത് വലിയ പിമ്പിളിന്റെ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ കുരുക്കളൊക്കെ വന്നു എന്നുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ എൻഗേജ്മെന്റ് ടൈമിന്റെ അത്രയും പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് പിന്നെയും കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് പണ്ടത്തെ പോലെ തന്നെ കുരുക്കൾ വരാനായിട്ട് തുടങ്ങി. നെറ്റിയിലും ഫേസിലും ഒക്കെ ഇങ്ങനെ വീണ്ടും കുരുക്കൾ വരാനായിട്ട് തുടങ്ങി. എന്നാലും പണ്ടത്തെ അത്രയും ഭീകരമായ രീതിയിലുള്ള കുരുക്കൾ എനിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി ഡെലിവറി ഒക്കെ സമയമൊക്കെ ആയപ്പോഴത്തേനും എന്റെ പിമ്പിൾസ് എല്ലാം നന്നായിട്ട് മാറി. എനിക്ക് പിന്നെ ആ സമയത്തൊന്നും പിമ്പിൾസിന്റെ എനിക്ക് തോന്നുന്നു ടാബ്ലറ്റ് എടുക്കുകയും നമ്മളുടെ ബോഡിയിൽ തന്നെ ഫുൾ ഒരു ചേഞ്ച് ആണല്ലോ വരുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് പിമ്പിൾസിന്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറെ നാൾ എനിക്ക് പിന്നെ പിമ്പിൾസിന്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ എനിക്ക് വീണ്ടും ഈ പിമ്പിൾ സ്റ്റാർട്ടായിട്ട് അതൊരു വല്ലാത്തൊരു തിരിച്ചുവരവായിരുന്നു കേട്ടോ. അത് വല്ലാത്ത രീതിയിൽ അങ്ങനെ എനിക്ക് പിമ്പിൾ വരാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് അങ്ങനെ എന്റെ പിമ്പിൾ ഒട്ടും ഇല്ലാത്ത അവസ്ഥയല്ല, പിമ്പിൾ ഉണ്ട്, പക്ഷെ മാനേജബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഈ ഫ്ലാറ്റ് ഒന്ന് പെയിന്റിങ് ചെയ്തായിരുന്നു. അപ്പൊ പെയിന്റിങ് നടത്തിയ സമയത്ത് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. നമുക്ക് ഒരു മാസത്തേക്ക് മാറി നിൽക്കാനായിട്ട് വേറെ ഫ്ലാറ്റ് ഒക്കെ തിരക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പൊ ഒരു പെയിന്റിങ് നടക്കുന്ന വീട്ടില് താമസിക്കുമ്പോഴുള്ള അവസ്ഥ എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഓരോ സെക്ഷൻ പെയിന്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ റൂമിലേക്ക് സാധനങ്ങളെല്ലാം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പം നിറച്ച് പൊടിയും അതേപോലെ തന്നെ സ്ട്രെസ്സും എല്ലാം കാരണം എന്റെ ഈ പിമ്പിള് ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഭയങ്കരമായ മാരക അവസ്ഥയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ളിങ്ങനെ കുഞ്ഞു കുരുക്കള്, ഇവിടെ ഫുള്ള് കുരുക്കള്, ഈ രണ്ട് സൈഡിലും നിറച്ച് കുരുക്കളായി, നെറ്റിയിൽ കുരു. മാനേജ് ചെയ്യുന്നതിന് അപ്പുറമായിട്ടോ എന്റെ കുരുക്കള്. കാരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെയായി. പക്ഷെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാട്ടോ, ഇവിടെ ഇത്രയും എനിക്ക് കുരുക്കളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇവിടെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തടിച്ച പോലെ എന്താ പറ്റിയ, എന്താ ഇതിങ്ങനെ, ഇതെന്താ ട്രീറ്റ് ചെയ്തൂടെ, അങ്ങനെ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിൽ ആരും ഇവിടെ ഒന്നും ചോദിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ഒരു ഇത്രയും കുരുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരുണ്ടല്ലോ, എല്ലാവരും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, പക്ഷെ പലരുടെയും ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പം ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ പോലും നമ്മളോട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നീ ഇതെന്താ ഇങ്ങനെ, ഇതെന്തോ വലിയ മാരക രോഗം പോലെ, ഇത്രയും നാളായിട്ട് നിനക്ക് ഇങ്ങനെ പിമ്പിളുണ്ടല്ലോ, നീ എന്താ ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലേ, നീ ആ ഫുഡ് കഴിക്കാതിരുന്ന് നോക്ക്, ഈ ഫുഡ് കഴിക്കാതിരുന്ന് നോക്ക്, നീ മുട്ട കൂടുതൽ കഴിക്കുന്നുണ്ടാ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ടങ്ങ് മെന്റലി നമ്മൾ വല്ലാണ്ട് തകർന്നു പോകുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെ വെച്ച് അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയതേ ഇല്ലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കൂടി എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നായപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഒന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം, ഇതിനി എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് പണ്ടത്തെ പോലെ തന്നെ എനിക്ക് ഈ ഫേസിലെ കുരുക്കളെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് വെള്ളം വരാനായിട്ട് തുടങ്ങി. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു, പണ്ട് എനിക്ക് ഇങ്ങനെ കുരു വരുന്ന ഉടനെ ഇങ്ങനെ പൊട്ടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് മനസ്സിലാക്കി, കാരണം നമ്മളങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് കൂടുതൽ വൃത്തികേടാവത്തേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ കുരു അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് തന്നെ പോവില്ല, അത് വന്നിട്ട് പൊട്ടുമ്പോൾ പൊട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് വിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ എന്നെ നോക്കിയ സ്കിൻ ഡോക്ടർ നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ. ആളുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആള് കേട്ടിരിക്കും. അപ്പൊ എന്നെ കണ്ടപ്പോഴേ, എന്റെ ഫേസ് കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു, ഇപ്പോഴൊന്നും തുടങ്ങിയ പ്രശ്നമല്ലല്ലോ, കുറെ നാള്. കാരണം എന്റെ ഫേസിൽ പണ്ട് മുതൽക്കുള്ള ആ ഒരു പാടിങ്ങനെ അതിങ്ങനെ ഫുള്ളായിട്ട് മാറിയിട്ടില്ലായിരുന്നു. ഇപ്പം എന്റെ ഫേസ് കുറച്ച് ക്ലിയർ ആണ്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിമ്പിൾ വന്ന മാർക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആളെന്നോട് അന്നേരമേ കണ്ടപ്പോഴേ ചോദിച്ചു, ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ പ്രശ്നമല്ലല്ലോ, പണ്ട് മുതൽക്കേ ഉള്ള പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ എനിക്ക് നേരത്തെ മുതൽക്കേ ഉണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരോട് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പൊ കറന്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പുതിയ പ്രോഡക്ട്സ് എല്ലാം ഞാൻ തരാം, ഇനി അത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആദ്യം എനിക്കൊരു ജെല്ല് തന്നു. ആ ജെല്ലെന്ന് പറയുന്നത് ടോപ്മൈസിൻ എന്ന് പറയുന്ന ഒരു ജെല്ലായിരുന്നു കേട്ടോ. അതെനിക്ക് ഈ പിമ്പിളിന്റെ പുറത്തെല്ലാം എവിടെയൊക്കെ പിമ്പിൾ ഉണ്ടോ ആ പിമ്പിളിലെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് എനിക്കൊരു ജെല്ല് തന്നു. പിന്നെ
ഈ പിമ്പിൾ ഭയങ്കരമായ പിമ്പിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടാബ്ലറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിലേക്ക് ഒരു ടാബ്ലറ്റ് തന്നു. അതും കഴിക്കാൻ പറഞ്ഞു. പിന്നെ അവര് എനിക്ക് ഫേസ് വാഷ്, ഒരു ഫോമിംഗ് ഫേസ് വാഷ് ആയിരുന്നു, എല്ലാക്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ആദ്യ സമയത്ത് എനിക്ക് തന്നത്. അതും തന്നു. പിന്നെ ഒരു മോയ്സ്ചറൈസർ, അതൊരു സെബാമെഡിന്റെ ഒരു മോയ്സ്ചറൈസറും തന്നു. അപ്പൊ ഇത്രയും തന്നിട്ട് അത് ഉപയോഗിക്കാനാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ അത് ഞാൻ കണ്ടിന്യൂസ് ഒരു 1 മന്ത്, ടാബ്ലറ്റ് ഒരു 1 വീക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 1 മന്ത് ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു 1 മന്ത് കഴിഞ്ഞിട്ട് വരണം. വരുമ്പോൾ എനിക്ക് കുറേ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഈ പിമ്പിള് വരാൻ പല കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ആകാം, അതല്ലെങ്കിൽ PCOD അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. അങ്ങനെയൊക്കെ പല പല കാരണങ്ങളാല് നമുക്ക് പിമ്പിൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത് ഡോക്ടറിന് വ്യക്തമായിട്ട് അറിയണം. ഇനി എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ട്രീറ്റ്മെന്റ് നടത്താനായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫുള്ള് ടെസ്റ്റ് നടത്തിട്ടോ, എല്ലാം കൊളസ്ട്രോൾ സഹിതം മൊത്തത്തിൽ എന്റെ ടെസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്റെ കൊളസ്ട്രോളിന്റെ ലെവല് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഹോർമോണലായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞു ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ സ്വീറ്റ് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ ഐസ്ക്രീം, ജിലേബി, ചോക്ലേറ്റ്സ് ഇതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. അപ്പൊ അതങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു കഴിക്കുമായിരുന്നു. അത് മാത്രമല്ല ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വറുത്തതും പൊരിച്ചതും ഒക്കെ ഇങ്ങനെ കൂടുതൽ കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ആ ഒരു കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എന്റെ കൊളസ്ട്രോളിന്റെ ലെവലും കൂടി. പിന്നെ സ്വീറ്റ്സ് കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. ചോക്ലേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല, നമ്മളുടെ സ്കിന്നിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ എന്നോട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് നാളത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്ക് പിന്നെ വേറെ മെഡിസിനും കാര്യങ്ങളും ഒക്കെ തന്നു. അത് നമ്മൾ ഉള്ളിൽ കഴിക്കാൻ കുറച്ച് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് നാൾ കഴിച്ചു. പിന്നെ എനിക്ക് ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഡോക്ടർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫേസ് മോയ്സ്ചറൈസർ, ഫേസ് വാഷ് ഇതൊക്കെ എനിക്ക് മാറ്റി തന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് തന്ന മോയ്സ്ചറൈസർ ഇതാണ് കേട്ടോ. ഇത് ഫിസിയോജെല്ലിന്റെ മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഇപ്പോഴും ട്രീറ്റ്മെന്റ് എന്റെ ഓൾറെഡി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായി. പക്ഷെ കഴിഞ്ഞെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ആ ഡോക്ടർ തന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറൊരു ജെല്ല് തന്നു. ഇത് ഐഗ്ലോ ജെൽ എന്ന് പറയുന്നത്. ഈ ജെല്ല് പിമ്പിൾ എല്ലാം നന്നായിട്ട് മാറിക്കഴിഞ്ഞപ്പം ഈ പിമ്പിൾ വന്നതിന്റെ പിമ്പിൾ മാർക്സ് ഉണ്ടല്ലോ, ഈ പിമ്പിൾ മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഒരു ജെല്ലും തന്നു. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു 2 തവണ ഞാൻ കെമിക്കൽ പീൽ ഓഫും ചെയ്തിരുന്നു. കാരണം എന്റെ സ്കിന്നിൽ നേരത്തെ മുതലുള്ള ആ ഒരു പിമ്പിളിന്റെ മാർക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും മാറില്ല. അപ്പൊ അതുകൊണ്ട് കെമിക്കൽ പീൽ ഓഫ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞാനൊരു 3 തവണ കെമിക്കൽ പീൽ ഓഫും ചെയ്തിരുന്നു കേട്ടോ. കെമിക്കൽ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്കളറേഷനും ആ പിമ്പിൾ മാർക്കും ഒക്കെ നന്നായിട്ട് തന്നെ ഹൈഡായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ജെല്ലും ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോഴും ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഡോക്ടർ തന്ന ഒരു സൺസ്ക്രീൻ ആണിത്. ഇത് ഫോട്ടോസ്റ്റേബിളിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈൻ ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നിരുന്നാൽ പോലും നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫേസ് വാഷ് മാറി തന്നു. ഫേസ് വാഷ് എനിക്ക് മാറി തന്നത് എനിക്ക് ക്രോമ വാഷിന്റെ ഒരു ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ തന്നത്. ഇപ്പോഴും ഞാൻ ആ ഒരു ഫേസ് വാഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കൂടാതെ എനിക്കൊരു നൈറ്റിൽ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സെറം തന്നു. അത് ഈ ഒരു സെറം ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ നൈറ്റിൽ ഇപ്പം കറൻലി സ്കിൻ കെയറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കിനിയിപ്പം ഈ പ്രോഡക്റ്റ് ഒക്കെ നിർത്തണോ എന്നൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും എനിക്കിന്ന് ഡോക്ടറിനെ പോയി കാണാനായിട്ടുണ്ട്. പിന്നെ ലിപ് ബാം ഞാൻ ഒരു ഹൈഡ്ര ലിപ്സിന്റെ ലിപ് ബാം ആയിരുന്നു കേട്ടോ. അതും ഡോക്ടർ എനിക്ക് തന്നതാണ്. അപ്പം അങ്ങനെയാണ് എന്റെ ഒരു പിമ്പിൾ സ്റ്റോറി. ഇത് ഇത്രയൊന്ന് ഈ സ്കിന്ന് ഈ ഒരു രീതിയിലാക്കി എടുക്കാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പലപ്പോഴും, പല സന്ദർഭങ്ങൾ. അതൊക്കെയാണ് എന്റെ ഒരു ആക്നെ ജേർണി എന്ന് പറയുന്നത്. പിന്നെ ഇനി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ സ്കിന്നിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, എന്റെ ഫുഡിന്റെ കാര്യം എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഒരു പിമ്പിൾ സ്റ്റോറി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇങ്ങനെ ഒരാളെ ആക്നെ ഒക്കെ ആയിട്ടുള്ള ഒരാളെ കാണുമ്പം ആ ആളോട് ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിൽ ഒന്നും ചോദിക്കാതിരിക്കുക കേട്ടോ.
അല്ലെങ്കിൽ തന്നെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാതിരിക്കുക. കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് ആ ആജ്ഞയെ കൊണ്ട് നടക്കുന്ന ഒരാളുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ആൾക്കുള്ളിൽ ഭയങ്കര വിഷമത്തോടെ ആയിരിക്കും ആ ആള് നടക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ചോദ്യം കൂടെ കേൾക്കുമ്പോൾ അത് അവരെ വല്ലാണ്ട് വേദനിപ്പിക്കും കേട്ടോ. എന്തിനാ നമ്മൾ വെറുതെ ഒരാളെ അങ്ങനെ വേദനിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയണം എന്ന് തോന്നി, കാരണം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രശ്നം. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോ കുറച്ച് പ്രോഡക്ട്സിന്റെ കാര്യങ്ങളും പേരുകളും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഈ പ്രോഡക്റ്റ് ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കണ്ട കേട്ടോ. ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. കാരണം എല്ലാവരുടെയും ആജ്ഞ ഒരുപോലെ ആകണം എന്നില്ല. അപ്പം ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റ് ആണ് എല്ലാവർക്കും വരുന്നതെന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആക്നെ കുറയും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിയേയില്ല. പിന്നെ ഞാൻ എന്താണ് ഉപയോഗിച്ചതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ ഭയങ്കരമായിട്ട് പിമ്പിളിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അതിന് കുറവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കൺസൾട്ടേഷൻ എടുക്കുക കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് കൂട്ടാകുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും നല്ല നല്ല കണ്ടന്റുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ടിരിക്കും. ബൈ.